ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് നമ്മുടെ സ്വന്തം നാട്ടിലെ ഞങ്ങളുടെ സ്വന്തം അമ്പലത്തിലേക്കാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. അതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു അമ്പലം കൂടിയാണ് കേട്ടോ. കുറേ ഗുഹകളുണ്ട്, പണ്ട് മുനിവര്യന്മാർ താമസിച്ചിരുന്ന ഗുഹകളുണ്ട്. പണ്ട് അവിടെ ശില്പങ്ങൾ, അതായത് മണ്ണുകൊണ്ടുള്ള ശില്പങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പോയേക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ് കാണുക. അമ്പലത്തിൻ്റെ സ്റ്റെപ്പാണ് അമ്പലത്തിന് മേലേക്ക് കയറാനുള്ളത്, കുന്നിൻ്റെ മേലേക്ക് കയറാനുള്ളത്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് കാണാൻ തന്നെ എൻ്റെ ബാക്കിലായിട്ട് കാണുന്നുണ്ടോ, ഏറ്റവും ടോപ്പിലേക്ക് തന്നെ 145 പടികളാണ് കേട്ടോ. 145 പടികളാണ് അടിയിൽ നിന്ന്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മേലേക്ക് കയറാം. നേരെ അമ്പലത്തിന് മേലേക്ക് കയറാം. അത് ഇപ്പോൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. സ്റ്റെപ്പ് 145 പടി നമ്മൾ പറഞ്ഞില്ലേ, അതിൽ ഓരോ സ്റ്റെപ്പും ഇതുപോലെ ഓരോരുത്തർ സ്പോൺസർ ചെയ്താണ് കേട്ടോ. അതിൽ ഓരോരോ പേരൊക്കെ ആകുമ്പോൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാവരും മക്കളൊക്കെ എല്ലാവരും കൂട്ടാണ് കയറുന്നത്. കയറി കാണാം, കയറി പോ. ഇതാണ് ഓരോരുത്തർ സ്പോൺസർ ചെയ്താണ് കേട്ടോ. അവരുടെ പേരൊക്കെ ഉണ്ടാകുമ്പോൾ അന്ന് 5100 രൂപയാണ് സ്റ്റെപ്പിന് ഇവിടെ മേടിച്ചിരുന്നത്. ഓരോരുത്തർ സ്പോൺസർ ചെയ്യണ കാരണം കൊണ്ട് അപ്പോൾ ഓരോരുത്തരെ പേരിൽ എഴുതി വാങ്ങിക്കുന്നുണ്ട്. ഇതുപോലെ കല്ലുമ്മ കൊത്തി വെക്കും. എല്ലാ സ്റ്റെപ്പിന് മേലുണ്ട് ഓരോരുത്തർ സ്പോൺസർ ചെയ്ത പേര്. അപ്പം ഇതിന് മേലെ കയറുമ്പോൾ തന്നെ ഒരുപാട് സംഭവങ്ങൾ അപ്പുറത്ത് ആ കാടും പിടിച്ചിട്ട് അതായത് താഴത്തേക്ക് ഉണ്ടോ. നേരെ ബാക്ക് സൈഡിൽ കുറേ വീടുകളും ഒക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ. അപ്പോൾ നമുക്ക് മേലെ കയറി വെക്കാം. അവിടുത്തെ സംഭവം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് ഏകദേശം ഒരു പകുതി എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി കയറാനുണ്ട് അങ്ങോട്ട്. ആണോ, ഇവിടെ ഇപ്പോൾ കാണൊരു പുല്ലാണ്ടത്. അത് പകുതി കൂടി കയറി കഴിഞ്ഞാൽ ടോപ്പിലെത്തി. നല്ല രസമുള്ള സംഭവമാണ് ഇവിടെ കയറി കഴിഞ്ഞാൽ. ഏകദേശം ഒരു വൈകുന്നേരം സമയത്ത് കയറി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അവിടെ നോക്കി കഴിഞ്ഞാൽ നിറയെ മലകളും കുന്നുകളൊക്കെ കാണാം. ഇതിന് മേലെ ഞങ്ങൾ കൊല്ലം നടത്തി വരാൻ അയ്യപ്പമുളക്കുണ്ട്. അയ്യപ്പമുളക്ക് സമയത്തൊക്കെ ഏകദേശം ഈ ഒരു സമയത്തൊക്കെയാണ് വരാറ്. ആ സമയത്ത് ഈ കാടും ഇതൊക്കെ നമ്മൾ വെട്ടി തളിച്ച് നല്ല നല്ല അടിപൊളി വൃത്തിയാക്കി ആക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നടപ്പന്തലൊക്കെ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ കയറി വരുമ്പോൾ ഒരു നടപ്പന്തലൊക്കെ ഉണ്ട് കയറി വരുന്നിടത്ത്. അന്നൊക്കെ ഉണ്ടായിരുന്നു. വിളക്ക് സമയത്ത് ഞങ്ങൾ സെറ്റാക്കാറുണ്ട്. ഇപ്പോൾ വിളക്കും കാര്യങ്ങളൊന്നും ഇല്ല, ഒക്കെ ബ്ലോക്കായില്ലേ, എന്താ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. മക്കളവിടെ എത്തി. ലിജോ വാ 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 വാ. ടോപ്പിലെത്തിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവാം. അമ്പലത്തിൽ നട തുറക്കാറില്ല, ആഴ്ചയിൽ 2 ദിവസം ഇപ്പോൾ തുറക്കാറുള്ളൂ. എന്താ വെച്ചാൽ ഈ കൊറോണ എല്ലാം കൂടിയിട്ട് ആകെ പ്രശ്നമായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ബാക്ക് സൈഡിലാണ് ഗുഹയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ നമുക്ക് പോയി പറയാം. അതിൻ്റെ അപ്പുറത്ത് പഴയ മുന്നേ അവിടെയാണ് നമ്മൾ പ്രാർത്ഥിച്ചതും ഒരു ശില്പമൊക്കെ ഉണ്ടായി, ഒരു കല്ല് വെച്ചിട്ട് വിളക്ക് വെക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയേക്കാം. വരൂ. അപ്പോൾ ഞങ്ങളിത് മേലെ എത്തിയിട്ടുണ്ട്. ആ ഗ്രൗണ്ട് ഇവിടെയൊക്കെ ആകെ കാടായി കിടക്കുക. അതൊക്കെ ഞങ്ങൾ ഈ വിളക്ക് സമയത്ത് തന്നെ ഞങ്ങളിത് വൃത്തിയാക്കാറുള്ളത്. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകം, ഞങ്ങളൊരു നക്ഷത്രവനങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. നക്ഷത്രവനങ്ങൾ വെച്ചാൽ ഓരോ നാൾക്ക് പേരിൽ, അതായത് ഏതായാലും ആദ്യം തുടങ്ങുന്നതാണ് അശ്വതി തുടങ്ങിയിട്ട് അവസാനിക്കുന്ന ഏതാ അശ്വതി തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്ന അത്രയും നക്ഷത്രങ്ങൾ അതിൽ ഞങ്ങൾ ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാണുന്ന ഒരു മരത്തിൻ്റെ പേര് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ആദ്യം കാണുന്നത് ഒരു തിരുവാതിര നക്ഷത്രക്കാർക്കുള്ള കരിമരം കണ്ടോ. അതിന് മരമാണിത്, ക്ലിയർ ആണല്ലേ, ഇത് മരമാണ്. പിന്നെ അതുപോലെ വേറൊരു മരം നിൽക്കുന്നുണ്ട് അവിടെ, വെള്ളപ്പൈൻ പറഞ്ഞൊരു മരം നിൽക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. വല്ലാണ്ട് വീഡിയോ ലെങ്ത് കൂട്ടാൻ വയ്യ, കാരണം നമ്മൾ ഇതാണ് മൂല നക്ഷത്രക്കാരാണ്. വെള്ളപ്പൈൻ പറഞ്ഞൊരു മരമാണ് ഇത് തന്നെ. അങ്ങനെ ഞാനൊന്നും കണ്ടിട്ടില്ല, എന്തായാലും ഭയങ്കര ഒരു വലിയ മരം ആകുമെന്ന് വിചാരിക്കണു. പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട്, ഇതൊക്കെ മൂടിയിട്ട് ഇതൊക്കെ പോയി. അതിൻ്റെ അപ്പുറത്തുണ്ട് കൊന്നുണ്ട്, അമ്പഴം, പിന്നെ കരിവേപ്പ്, കാഞ്ഞിരം, മുളക്കാട്,
പിന്നെ കണ്ടല്, അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം. കുറേയൊക്കെ ഇവിടെ പേരൊക്കെ മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ നേരെ അതൊക്കെ അമ്പലത്തിൻ്റെ ഭാഗം കേട്ടോ. അതൊക്കെ മുന്നേ ഇത്രയും ഭാഗങ്ങൾ അമ്പലത്തിൻ്റെ ഒരു ഭാഗം കാണാം. അവിടെ മഴ കൊള്ളാതിരിക്കും, അവിടെ ഷീറ്റൊക്കെ ഇട്ടുണ്ട്. അതൊക്കെ കാറ്റത്ത് ഒക്കെ മറിഞ്ഞു വീണു. പിന്നെ ഞങ്ങളിവിടെ പ്രതിഷ്ഠ സമയത്ത് ഞങ്ങളിവിടെ ഒരു ഉരുളി, ഒരു തെങ്ങിന് എന്താ പറയുക തടം കെട്ടിയിട്ട് ഞങ്ങൾ ഒരു ഉരുളി സെറ്റാക്കിണ്ടായി. ഇവിടെ നമ്മുടെ തേപ്പരം തന്നെയാണ്, ആള് ചെയ്താണിത്. സംഭവം നല്ല രസമായിരുന്നു കാണാൻ. ഇപ്പോൾ ആകെ കറ പിടിച്ചിട്ട് കരി പിടിച്ചിട്ടൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അതാ മരങ്ങൾ കാണിച്ചു തന്നില്ലതാ. ഇതൊരു കണ്ടൽവാനാണ് കേട്ടോ. ഇതേ നക്ഷത്രമാണെന്ന് ഞാൻ മറന്നുപോയി. അന്ന് കുറേ മരങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? നമുക്കത് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അയ്യപ്പൻ വിളക്ക് നടത്താറ്. ഇവിടെ മുഴുവിളക്കാണ് നടത്താറ്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിലാണ് നടത്താറ്. ഇത്രയും ഭാഗത്ത് വലിയൊരു പന്തലൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാറ്. നടപ്പന്തല്. പിന്നെ അമ്പലത്തിൻ്റെ ഒരു ഭാഗമാണിത്. അമ്പലത്തിൻ്റെ ചുറ്റും ഉള്ളിൽ കാണിച്ചു തരാൻ. അമ്പലം ഇപ്പോൾ തുറന്നിട്ടില്ല, തുറന്ന സമയത്ത് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വിളക്ക് നടത്താറ്. പിന്നെ മരങ്ങളുടെ പേര് ഞാൻ പറഞ്ഞില്ല, മരങ്ങളുടെ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം, അവിടെ ഉണ്ടാവും. ഇതാണ് അമ്പലത്തിലേക്ക് കയറുന്ന ഭാഗമാണിത്. അമ്പലത്തിലേക്ക് കയറുന്ന ഭാഗമാണ് ഇതിപ്പം. ആ ഷീറ്റൊക്കെ ആ കാറ്റത്ത് വീണിട്ടേ ആകെ. ഇതൊക്കെ അന്ന് സ്പോൺസർ ചെയ്ത ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ കേട്ടോ. ടാർപ്പായൊക്കെ ഇതൊക്കെ. അപ്പോൾ നേരെ നമുക്ക് അമ്പലത്തിനുള്ളിൽ കിടക്കാൻ പറ്റില്ല, അവിടെ ആ പൂട്ടിട്ട് അടച്ചിട്ട് കിടന്ന്. അമ്പലത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഈ പന്തല് മഴ പെയ്യണ കാരണം കൊണ്ടേ അതൊക്കെ അന്ന് പന്തലിട്ട് അതൊക്കെ ഒടിഞ്ഞു വീണു. അതൊക്കെ ശരിയാക്കാറുണ്ട്. ഇപ്പോൾ ആളും മനുഷ്യനും ആരും വരാറില്ല ഇപ്പോൾ ഇവിടെ. ആഴ്ചയിൽ 2 ദിവസം കാരണേ. അമ്പലത്തിൻ്റെ ഒരു ഭാഗമാണ് ഉള്ളിൽ. ഇതാണ് ഇവിടുത്തെ വഴിപാട് കൗണ്ടറാണത്. അവിടുത്തെ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടത്. നമ്മുടെ അമ്പലത്തിലെ വഴിപാടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ പറ്റുവെച്ചെങ്കിൽ ആളുകളൊക്കെ ഒന്ന് വരിക. കാണാത്തവരുണ്ടെങ്കിലേ നല്ല സ്ഥലമാണിത്. വൈകുന്നേര സമയങ്ങളിലാണ് പ്രത്യേക ഒരു ഭംഗിയാണ് ഇവിടെ. പ്രത്യേകിച്ച് ഒരു വെയിലും കാര്യങ്ങളൊന്നും വല്ലാത്ത സമയത്താകുമ്പോഴേ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഇവിടെ വിശാഖ നക്ഷത്രത്തിൽ ഒരു മരമുണ്ട്. എന്താണ് എഴുതിക്കുന്നത്? വയ്യങ്കത. വയ്യങ്കത പറഞ്ഞൊരു മരമാണ് കേട്ടോ. വിശാഖ നക്ഷത്രക്കാരുടെ ഒരു മരമാണിത്. അതുപോലെ അപ്പുറത്ത് വേറെ അതിന് പേരൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ ഞങ്ങളത് ഗുഹയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിന് ബാക്കിൽ കാണുന്ന ഈ ഭാഗമാണ് കേട്ടോ. അവിടെ ഞാൻ കാണിച്ചു തരാം. അവിടെ അതൊക്കെ പുല്ല് വന്ന് മൂടിയ കാരണം കൊണ്ടേ ഇവിടെ ഞങ്ങൾ ഏകദേശം കുറേ കാലമായി, ഏകദേശം അങ്ങനെ പറയുകയാണെങ്കിൽ ഓർമ്മയില്ല. ഞങ്ങൾ ഈ ആടിനൊക്കെ സമയത്ത് ഇവിടെ ആകെ മണ്ണ് മൂടി കിടക്കായിരുന്നു. ഇവിടെ ഒന്നും അത്ര ഇതായിട്ടില്ല. മണ്ണ് മൂടി കിടക്കുന്ന സമയത്ത് ഞങ്ങൾ തന്നെ വെറുതെ തമാശക്ക് ഇങ്ങനെ മണ്ണ് വെറുതെ മാന്തി സമയത്താണ് ഇവിടെ ഒരു കുറുക്കൻ്റെ മട പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അത് മാന്തി വലുതായി നോക്കുമ്പോൾ അതൊരു ഗുഹ അവിടെ കാണുകയാണ്. ഞങ്ങളെല്ലാവരും പിന്നെ ആ ഗുഹ മാന്തലും അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ള കാര്യങ്ങൾ നോക്കും. ഉള്ളിലേക്ക് പിന്നെ മണ്ണൊന്നുമില്ല, പുറത്ത് കാണുന്ന ഒരു മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാന്തി പിന്നെ നേരെ ഉള്ളിൽ അപ്പോഴാണ് ആളുകൾ ഇത് ഇങ്ങനെ സംഭവം ഉണ്ട് കണ്ടമാനം ആളുകൾ വന്നിരുന്നു ഇവിടുന്ന്. അന്ന് ഇവിടെ ഭയങ്കര ഒരു തിരക്കായിരുന്നു ഇവിടെ. എല്ലാം ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇവിടെ നമ്മുടെ ഇവിടെ എന്താ പറയുക, പണ്ട് താമസിക്കുന്ന ഒരുപാട് മുനികൾ ഉണ്ടായിരുന്നു. അവർ താമസിക്കുന്ന ഗുഹയാണ് ഇത്. അങ്ങനെയൊക്കെ പ്രശ്നത്തിൽ തെളിയൊക്കെ ഉണ്ടായി. അപ്പോൾ ഗുഹ ഞാൻ കാണിച്ചു തരാം. എന്താണ് ഗുഹയിലേക്കുള്ള എൻട്രൻസ് ആണത്. ചെറിയൊരു ഷീറ്റൊക്കെ വെച്ച് ഞങ്ങൾ അടച്ചിട്ടുണ്ട്. ഇത് ഷീറ്റല്ല, ഗ്രില്ല് വെച്ച് അടച്ചിട്ടുണ്ട്. അതൊക്കെ അതിലുള്ള കിടക്കുന്ന ഗുഹകളാണ്. അതൊക്കെ ഗ്രില്ല് വെച്ച് ഞങ്ങൾ അടച്ചതാണ്. മുന്നേ ഇതിൽ വിളക്കൊക്കെ ഉണ്ട് ഇവിടെ. ഗുഹ അതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റില്ല, അവിടെ അടച്ച കാരണം കൊണ്ടേ. ഇതൊക്കെ മണ്ണ് മാന്തിയപ്പോൾ കണ്ടതാണ്. ഇതിലൊരു മണ്ണുകൊണ്ടുള്ള ശില്പങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വായിച്ചാൽ അറിയാൻ പറ്റും. കണ്ടോ,
ഇത് ഇവിടെ മുന്നേ കാര്യങ്ങളായതൊക്കെ എഴുതി വെച്ചിരിക്കണോ. അങ്ങനെ ഇവിടെ ഒരു സർപ്പത്തിൻ്റെ ഒരു ഇത് കാണലും ഇതൊക്കെ ആ വലിയ കല്ല് കണ്ടില്ല, അതൊക്കെ ഇത് ഈ ഗുഹയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയാണ്. അങ്ങനെ സർപ്പത്തിൻ്റെ പത്തി പോലെ നിൽക്കണ ഒരു ഇതാണ് അവിടെ നിന്ന് കിട്ടിയ. പിന്നെ വേറെ അടുത്തൊരു ഗുഹ ഉണ്ട് ഇവിടെ അപ്പുറത്ത് തന്നെ. ഇതാ ഇതിലന്ന് ആ സമയത്ത് ഇതിലൊരു പാമ്പിനൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ എന്താണ് ഇത് ഞങ്ങൾ മാന്തി ഒഴിവാക്കിയതിന് ശേഷം ഇതിലൊരു പാമ്പിനെ കാണലൊക്കെ ഉണ്ടായി. അങ്ങനെ ആളുകൾ വരലും ചിലവർ പാമ്പിനെ കണ്ടവരൊക്കെ ഉണ്ട്. ഈ ഗ്രില്ലിൻ്റെ മേലെ മടങ്ങിയിരിക്കണൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ ഇത് മാന്തിണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം മണ്ണൊക്കെ മാന്തിയതിന് ശേഷമാണ് അവിടെയൊക്കെ കണ്ടത്. അപ്പോൾ നേരെ ഇതിന് ആദ്യം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നത് കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നു. ഒരു കല്ല് വെച്ചിട്ട് കുറച്ച് വിളക്ക് വെച്ചിട്ട് ഞങ്ങൾ ആരാധിച്ചിരുന്നത്. അവിടെ വന്നിട്ട് ഞങ്ങൾ ഇളനീര് മുട്ട അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം. അവിടെയാണ് പണ്ട് ശില്പങ്ങൾ, മണ്ണുകൊണ്ടുള്ള ശില്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ഇതൊരു ആൾക്കാരുടെ മരം കേട്ടോ. ഇത് അനീഴ നക്ഷത്രക്കാരൻ്റെ ആവും. അതിൻ്റെ ഇല വീണെടുക്കുന്നത് അനീഴ നക്ഷത്രക്കാരാണ്. അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല, നോക്കാം. പേര് മാഞ്ഞു പോയിരിക്കണു. ഇതൊരു മരമാണ്, അനീഴ നക്ഷത്രക്കാരാണ്. അപ്പോൾ ഈ വഴിക്കൊക്കെ വല്ലവരും വരികയാണെങ്കിൽ അതൊന്ന് നോക്കുക. പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അവിടെയൊക്കെ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമുക്കത് നേരെ അങ്ങോട്ട് പോവാം. അവിടെ ഞങ്ങൾ ഒരു തറ കെട്ടാൻ വേണ്ടി കുറേ കല്ലൊക്കെ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഭാഗങ്ങൾക്ക് തറ കെട്ടണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് നടന്നിട്ടില്ല, കാരണം അപ്പോഴേക്കും കൊറോണയും കാര്യങ്ങളൊക്കെ വന്ന് ആകെ പ്രശ്നങ്ങളായി. ഇതൊരു നക്ഷത്രക്കാരുടെ ഒരു മരമാണ് കേട്ടോ. അതിന് പേര് അറിയില്ല. അത് നിൽക്കണു ഒരു നക്ഷത്രക്കാരൻ. പിന്നെ അതൊരു മുളങ്കാട് നിൽക്കുന്നുണ്ട് അവിടെ, അതൊരു നക്ഷത്രക്കാരനാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാക്കിയത് ഈ ഗുഹ കണ്ടതും ഈ ആളുകൾ വന്നതും അതിന് ശേഷമാണ് ഇതിന് ഇത്രയും സ്ഥലങ്ങൾ വന്നത്. അപ്പോൾ ഞാൻ കാണിച്ചില്ല അമ്പലം ഭാഗങ്ങൾ. അതിന് മുന്നേ ഇതിൻ്റെ ഭാഗത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ, ഏകദേശം ഒരു 10 സെൻറ്റ് സ്ഥലം. 10 സെൻറ്റ് സ്ഥലം ഇങ്ങനെ വളച്ചു വിട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് അങ്ങോട്ടാണ് പോണത്. വളച്ചു വിട്ടി ഒരു 10 സെൻറ്റ് സ്ഥലം വളച്ചു വിട്ടിട്ട് അതിനൊരു കുറച്ച് ഒരു തറ കെട്ടി മറ്റേ എന്താ പറയുക ഒരു കല്ല് വെച്ച് ഒരു വിളക്കും കാലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. അപ്പോൾ നമ്മുടെ അമ്മ ഇവിടെ ആട് വെക്കണ സമയത്തൊക്കെ ഇത് എപ്പോഴും കാണാം. ആട് വെക്കണ സമയത്തൊക്കെ ഇവിടെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്ന്. അത് അവർ ഉള്ള സമയത്തൊക്കെ അത് നല്ല ശില്പങ്ങൾ. ഇപ്പം ഒക്കെ തച്ചുടച്ചിട്ട് ആകെ നശിപ്പിച്ച് കിടക്കുക. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും പറ്റിയൊരു സ്ഥലമാണിത് കേട്ടോ. പിന്നെ അമ്പലം ഇവിടെ അതിന് ശേഷം, അതായത് ഈ ഗുഹയും കാര്യങ്ങളൊക്കെ വന്ന് ആളുകൾ വന്ന് പിന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിന് ശേഷം അമ്പലം വെക്കണം, അമ്പലം കയറ്റണം എന്നൊക്കെ പ്ലാനിട്ടു. അതിന് ശേഷമാണ് പിന്നെ ഇവിടെ എന്താ പറയുക ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു അറുതി വന്നത് കേട്ടോ. പിന്നെ അപ്പോൾ ഇതാണിപ്പോൾ ചെരുപ്പ് ഇടണം. ഇതാണിപ്പോൾ അന്ന് പണ്ട് കാലങ്ങളിൽ ഏകദേശം ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ വന്നിട്ട് ഇളനീര് മുട്ടലും അതുപോലെ പ്രാർത്ഥിക്കലും വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പണ്ടൊരു കാവായിട്ട് കിടന്നിരുന്നു കേട്ടോ. ഇതൊക്കെ അതിന് ശേഷം വന്നാട്ടോ. ഇതൊക്കെ ഇവിടെ ഒരു വിളക്കും കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വിളക്ക് എത്തിക്കലും മാത്രം. അതിന് ശേഷം ആണ് അമ്പലം അങ്ങോട്ട് മാറിയത് കണ്ടില്ല. ഇതാണിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്, മുന്നേ പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ വരികയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണുക. പിന്നെ അമ്പലം കയറ്റിയ ശേഷം ഇതിവിടുന്ന് പൊളിച്ച് മാറ്റലും അങ്ങോട്ട് കൊണ്ടുപോകലൊക്കെ ഉണ്ടായി. പക്ഷേ പിന്നെ പ്രശ്നത്തിൽ ഇവിടെ തറ കെട്ടിയിടണം എന്നൊക്കെ തീരുമാനം ഉണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ ആ കല്ലിറക്കിയിട്ടിരുന്നത്. അതിന് കുറ്റിയടിച്ചിട്ടുണ്ട്. ഇവിടെ കുറ്റിയടിച്ച് അത് നടന്നിട്ടില്ല. അതിന് സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നിലാണ്. എന്തായാലും അതൊക്കെ അതിന് ഭംഗി പോലെ നടക്കട്ടെ. നമുക്ക് ആ ശില്പങ്ങൾ തച്ചടച്ച ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മൊന്തറില്ല. ഞാൻ നോക്കട്ടെ, കാണാൻ പറ്റുവെച്ചെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. അത് ആ ഭാഗത്തൊക്കെ എടുക്കുന്നത്, ആ മൊന്തറിലാണ്. നോക്കി നോക്കാം. പണ്ട് കാലങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ ശില്പങ്ങൾ ഇവിടെ തച്ചുടച്ച ഭാഗങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞില്ലേ, അതാണിത്. കാണുന്നുണ്ട്. ഇതൊക്കെ ഈ അമ്പലത്തിൽ ഭാഗങ്ങളായിട്ടുണ്ടായിരുന്നു. കുതിരയുടെ അതുപോലെ ഓരോ പശുക്കളുടെയും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഈ തച്ചുടച്ച ഭാഗങ്ങളാട്ടോ പണ്ട് കാലങ്ങളിലേ. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കണ്ടിരുന്നു. അതൊക്കെ പിന്നെ അവസാനം ഇവിടെ വൃത്തിയാക്കിയപ്പോൾ കണ്ടത് സംഭവം.
ഒരു കുതിരയുടെ ഒരു ഇതാണ് കാണുന്നുണ്ടോ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇതൊക്കെ കുറേ നശിച്ചു പോയി ഇവിടെ. ഇപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ല, അമ്മയൊക്കെ ചെറുപ്പകാലത്ത് ഇവിടെ ആടി നോക്കുന്ന സമയത്തും ഇതൊക്കെ ഇവിടെ ഉണ്ട്. അത്രയും പഴക്കമുണ്ടായിരുന്നു. ഇത് ഇത്രയും ഭാഗം മാത്രമാണ് ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഓരോരുത്തരുടെ കയ്യിലായിരുന്നു. അത് പിന്നെ ഈ അമ്പലത്തേക്ക് ഇങ്ങനെ വേണം പറഞ്ഞ കാരണം കൊണ്ട് അപ്പോൾ അവരൊക്കെ ഇത് ഫ്രീ ആയിട്ട് അമ്പലത്തേക്ക് തരികയുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ച് പോവാം. അപ്പോൾ നമുക്ക് കണ്ടല്ലോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന പണ്ട് കാലത്ത് എത്രയോ പഴക്കമുള്ള സമയങ്ങളിൽ പോലും ഇവിടെ അമ്പലം ഉണ്ടായിരുന്നു. ഈ കുന്നിൻ്റെ മേലെ ആരും വരാത്തൊരു സ്ഥലത്തും ഇവിടെ അമ്പലങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് കയറി വരിക. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കണ്ണോ. അപ്പോൾ നമുക്ക് വേഗം തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം. അപ്പോൾ അതിന് പിന്നെ നമുക്ക് ഇവിടെ ചുറ്റുവട്ടത്ത് ഒരു സംഭവമാണ്. പുണർത്ത നക്ഷത്രക്കാരൊരു മരം കൂടി ഉണ്ട്. മരമല്ല, മുളയാണ് കേട്ടോ. ഒരു കാണിച്ചു തരാം. പുണർത്ത നക്ഷത്രക്കാർക്ക് മുളയാണ് അവരുടെ മരം. ഇതാണ് ഇതാ എൻ്റെ ബാക്കിൽ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോവാം, അങ്ങോട്ട് കയറാം. ഇപ്പം ഏകദേശം വെയിലൊക്കെ മങ്ങി. പശുമൂത്രയ്ക്കാണ്. വായോ പൂവൊക്കെ പൊടിച്ചിട്ടുണ്ട് കണ്ണേ. അപ്പം പിന്നെ നമ്മൾ വീണ്ടും അതിൻ്റെ മേലേക്ക് തന്നെ എത്തി. ഇതേപോലെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെയൊക്കെ വരിക, ഇതൊക്കെ ഒന്ന് കാണുക. ഫുള്ള് പാറയാണത്. അത് ഉണ്ട്, ഫുള്ള് പാറയാണതൊക്കെ. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടത്. അമ്പലത്തിൻ്റെ ഒരു പണിയൊന്നും മുഴുവൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുറേ ഭാഗങ്ങളിൽ ഷീറ്റ് ഇടാതെ കുറേ ഭാഗങ്ങളിൽ ഷീറ്റ് ഇട്ടുകൊണ്ട് കണ്ട. ഇതൊക്കെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ പോവാം. അതിൻ്റെ ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ പോകുന്നൂടി. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് കൂടെ ഒന്ന് കാണാം. ഇവിടെ എന്താ നിൽക്കണേ, എള്ളോ? അതിവിടെ എള്ള് തിരി കത്തിക്കാൻ വേണ്ടിയിട്ടേ കൊണ്ടുമ്പോൾ അതിന് അത് കവറാണ്, എള്ളിൻ്റെ തൈകൾ. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ്. ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് വരിക എല്ലാവരും. ഒന്ന് ഫാമിലി ആയിട്ടൊന്ന് വരിക. നല്ല കാണാൻ ഭംഗിയുള്ളതാണ്. രാവിലെ വരിക. ഇപ്പോൾ ഒക്കെ വരികയാണെങ്കിൽ, പെട്ടെന്നൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഒരു ബുധനും ശനിയൊക്കെ വന്നാൽ മതി. ആ സമയത്താണ് ഇവിടെ അമ്പലത്തിൽ തുറക്കണുള്ളൂ. എവിടെ എള്ളാണത്. എള്ള് തിരിക്ക് പിന്നെ പൂജയ്ക്ക് ഓരോന്നിനൊക്കെ കൊണ്ടുവരണല്ലോ. എള്ളൊക്കെ മുളച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ എല്ലെടുത്ത് തലയിൽ തേക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിനുണ്ടായതാട്ടോ. അത് കണ്ടോ, കുറച്ചൊരു കായെന്ന് കിട്ടിയാണ് ഇത്രയധികം എള്ള്. അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ ഞങ്ങൾ എള്ള് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ഇവിടെ വേറൊരു സംഭവമാണ്. നമ്മൾ കുന്നത്ത് തന്നെ കാണാം, തീപ്പുല്ല് എന്നുള്ള സംഭവം. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? തീപ്പുല്ല് എന്ന് വെച്ചാൽ ഈ എന്താ പറയുക, ഒരു പുല്ലാണ്. ആ പുല്ലിൻ്റെ നീര് നമ്മൾ മേലൊക്കെ എഴുതി കഴിഞ്ഞാൽ തീ പൊള്ളണ പോലെ പൊള്ളും. കണ്ടോ, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഇപ്പം ആകെ പാറ കിടക്കുന്ന സാധനം കേട്ടോ ഉണ്ടാവും. ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടാവും തീപ്പുല്ല്. ഞാൻ കാണിച്ചു തരാം. ഇതാ വേറൊരു സംഭവമാണിത്. കുറുക്കമത്ത പറയും. ഇത് പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല എന്താണ് ഫാഷൻ ഫ്രൂട്ട് ഇല്ലേ, അത് തന്നെ സംഭവം, സെയിം സംഭവം തന്നെയാണ്. ഇത് പഴുത്തിട്ടില്ല, അത് പച്ചയാണ്, നല്ല മഞ്ഞ കളറാവും. കണ്ടോ, ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലത്തെ അതേ സംഭവം തന്നെ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അത് പഴുത്തത് കാണാനില്ല, പഴുത്തുണ്ടെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. ഉണങ്ങിയതാ, പഴുത്തില്ല. നമ്മള് തീപ്പുല്ല് തേഞ്ഞിട്ടാണ് നടന്നത്. പക്ഷെ തീപ്പുല്ലൊന്നും കാണാനില്ല, ഒക്കെ ഉണങ്ങി പോയിരിക്കും. അവിടെ ഉണ്ടോ?
പിന്നെ അമ്പലത്തിന് പണി തുടങ്ങണം, തറക്കല്ലിടണം. അന്ന് പ്ലാൻ ചെയ്ത സമയത്ത് ആദ്യം തുടങ്ങിയ പണി അതിൻ്റെ കിണർ കുത്തലാണ്. അപ്പോൾ കിണറിൻ്റെ സ്ഥാനം നിർണ്ണയിക്കും, കിണർ കുത്തലൊക്കെ ഉണ്ട്. അപ്പോൾ 24 കോലിലാണ് അന്ന് വെള്ളം കണ്ടത്. ഈ കുന്നിൻ്റെ മേലെ വെള്ളം കണ്ട്, പക്ഷേ എപ്പോഴും വറ്റുന്നു, അത് തീരെ വറ്റാറില്ല. അമ്പലത്തിലേക്ക് വേണ്ട കാര്യങ്ങളും അതുപോലെ വിളക്ക് നടക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളത്തിന് ചിലവ് വരും. അന്നദാന മണ്ഡപത്തിൽ പന്തലിലേക്ക് കണ്ടമാനം ചിലവ്, വെള്ളത്തിന് ചിലവ് വരാറുണ്ട്. അതിൽ നിന്നൊക്കെ ഈ കിണറിൽ നിന്നാണ് വെള്ളം എടുക്കാറ്. വെള്ളം വറ്റാറില്ല, തീരെ വറ്റാറില്ല, അങ്ങനത്തെ ഒരു കിണറാണത്. അപ്പോൾ ഇവിടെ ഒരു 5000 പേർക്ക് ഞങ്ങൾ ഇവിടെ അന്നദാനം കൊടുക്കാറുണ്ട് വിളക്ക് സമയത്ത്. ഇപ്പോൾ അതൊക്കെ സ്റ്റോപ്പായി എന്ന് പറയാം. ഇനിയിപ്പോൾ അതൊക്കെ എന്ന് തുടങ്ങുമെന്നോ എന്താണെന്നൊന്നും അറിയില്ല. ഒരാളതാ തീപ്പുല്ല് തിരഞ്ഞ് നടക്കാൻ കണ്ടതാ. തീപ്പുല്ല് കിട്ടിയവനാ? തീപ്പുല്ല് കിട്ടിയിട്ടില്ല, അത് തിരഞ്ഞോണ്ട്. അവൾക്ക് അന്ന് അച്ചമ്മ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തീപ്പുല്ല്. കിട്ടിയ പറയട്ടോ. തീപ്പുല്ല് തിരഞ്ഞെടുക്കാണ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നേരെ ഞങ്ങളുടെ ഗ്രൗണ്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ പന്ത് കളിക്കാറുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളൊക്കെ കളിക്കാറ്. ആദ്യം മിക്കവാറും ദിവസങ്ങളും കളിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ കളിക്കാനുള്ള ആർക്കും മടിയായി, ആർക്കും വരാതായി. ഈ കൊറോണ ഇതൊക്കെ ആയിട്ട് ആകെ കാരണം ഇപ്പോൾ കളിയില്ല. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ കളിച്ചാത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, പിന്നെ അവിടെ അത് കളിക്കുന്നുണ്ടോ, അവർ ഓടി കളിക്കുന്നുണ്ട്. അവിടെ എന്താ ഓടി കളിക്കുന്നതെന്ന് അറിയില്ല. ഇതാണ് ഞങ്ങൾ കളിക്കാറില്ല ഞങ്ങളുടെ സ്വന്തം ഗ്രൗണ്ട്. ഇവിടെയാണ് ഞങ്ങൾ കളിക്കാറ്. ഈ ഇത്തിരി പോകുന്ന സ്ഥലത്ത് കണ്ടോ, ചെറിയ കട്ട് പോസ്റ്റൊക്കെ വെച്ചിട്ട് കളി. പൊന്നിട്ടിയാ വെള്ളം പാത്രത്ത് വായോ, വെള്ളപ്പാത്രത്ത് ഇങ്ങോട്ട് വായോ. ഓട്ട മത്സരം അത്രേ ഈ ഗ്രൗണ്ടില്. ഓട്ട മത്സരം, 2 ആൾക്കാർ വിട്ട് ഓട്ട മത്സരം. ഇത്ര പോകുന്ന ലിജിയുടെ കുട്ടികളെ ഇപ്പോഴും മാറിയിട്ടില്ല. എന്താ ചെയ്യല്ലേ? ആരാ ജയിച്ച്? കണ്ണൻ ജയിച്ചു. കിട്ടിയവനാ? തീപ്പുല് കിട്ടിയോ? തീപ്പുല് കിട്ടിയില്ല. തീപ്പുല് കിട്ടാന്ന് കാണിച്ചായിരുന്നു. പിന്നെ ഇവിടെ പ്രത്യേകത ഉള്ള കൂട്ടായിട്ടുള്ള മയിലുകൾ കണ്ടമാനുള്ള സ്ഥലമാട്ടത്. ഇവിടെ ഈ ടവറിന്റെ മേലൊക്കെ നിറച്ച് മയിൽ കയറിക്കാറുണ്ട്. പിന്നെ കൊരങ്ങ, മുള്ളം പന്നി, അങ്ങനെ കുറേ സംഭവങ്ങൾ. എന്താ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ. എന്താ കിടക്കുന്നു? ഇതിൻ്റെ വള്ളിപ്പാലല്ലേ, എന്താ പേര്? തന്നെ അങ്ങനത്തെ മരങ്ങൾ, അതിൻ്റെ കാര്യം. അപ്പോൾ തടി പോലെ തന്നെ സാധനം തന്നെയാണ്. അപ്പോൾ പന്നികളും അങ്ങനെ കുറേ സംഭവങ്ങളുള്ള സ്ഥലമാട്ടോ ഇവിടെ. പിന്നെ രാത്രി ഒന്നും അങ്ങനെ ആരും കയറാറൊന്നുമില്ല. പിന്നെ എന്താ പറയുക, അത്രയും കുറച്ച് ഡേഞ്ചർ പിടിച്ച സ്ഥലമാണ്. മൃഗങ്ങളെ കൊണ്ട് ആക്രമണം ഉണ്ടാകാൻ സാധ്യത ഒന്നും ഉണ്ടെന്നൊക്കെ പറയണ കേൾക്കാം. വല്ല പുലിയോ സിംഹോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. അപ്പോൾ രാത്രി വരുന്നവർ ശ്രദ്ധിക്കുക. കാട്ടാന ഇതുവരെ കണ്ടില്ല, അല്ലെ പുലിനെ കാണാറുണ്ട്. ഓട്ടോ മത്സരം കഴിഞ്ഞില്ല. പിന്നെ ഇതിൻ്റെ മേലെ ഉണ്ടോ നമ്മുടെ ഗവൺമെൻറ് കോളേജ് വരുന്നത്. ഇവിടുന്ന് നോക്കിയാൽ കാണാം, കുറേ അങ്ങോട്ട് ദൂരേക്ക് പോയി കാണാം. ഇതിൻ്റെ മേലെയാണ്. ഇതിൻ്റെ മേലെ എന്ന് പറയുമ്പോൾ ഒരു 10-45 ഏക്കർ സ്ഥലം ഇതിൻ്റെ ടോപ്പാണ് കേട്ടോ. ആ ടോപ്പ് ഭാഗം കംപ്ലീറ്റ് ഒരാൾ സ്പോൺസർ ചെയ്തതാണ്. ഇവിടെ തന്നെ നമ്മുടെ ഒരാൾ തന്നെയാണ്, അവർ സ്പോൺസർ ചെയ്ത സ്ഥലമാണ്. അതിന് പിന്നെ അതിലേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ അവർ സ്പോൺസർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് വേണമെന്ന് വെച്ചെങ്കിൽ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോകണ്ടല്ലേ, ഒരാണ്ട് പോകണല്ലേ, ഒരാണ്ട് പോകണം. അങ്ങോട്ട് പോകണ്ട. അപ്പോൾ അത് നമുക്ക് പിന്നെ ദിവസം പോവാം. ഇതാണ് ഇവിടുത്തെ 2 ടവറാണ്. ഒന്ന് മൊബൈൽ ടവറാണ്, ഇത് ലൈൻ കമ്പിയാണ് കേട്ടോ. ഇവിടെ കുറേ സംഭവം പുല്ലൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ ഇവിടുത്തെ പുല്ലാണ്. അമ്മ അവിടെ ഇത് വെച്ചത് ചെടി. ചെടി വെച്ചെടുത്തുവാ. ചെടി ആയിരിക്കണതിന് മേലെ എന്തിനാ? നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അവിടെ ആകെ കാടാണ്, കാട് പിടിച്ചെടുക്കുക. പക്ഷെ എന്തോ ഒരു കിളിന്ന് കരയുന്നുണ്ടോ, ഭയങ്കര. ഒരു 5-6 കിളിയിരിക്കണൊക്കെ മേലെ. ലിജി ആ മേലക്കൊക്കെ കുറേ കിളിയിരിക്കണൊക്കെ. അവര് ഇരിക്കിരിക്കണ. അപ്പോൾ നേരത്തെ ഇപ്പോൾ ഇങ്ങോട്ട് പോവാം നമുക്ക്. അപ്പോൾ അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടില്ലേ. അമ്പലത്തിലേക്ക്
അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അമ്പലത്തേക്കൊന്ന് പറ്റിച്ചും വരിക കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് നേരെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട, നേരെ തിരിച്ചിറങ്ങുന്ന സമയത്തേ നമ്മൾ സ്റ്റെപ്പിൻ്റെ അടുക്കൊന്ന് പോവാം. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്കൊന്ന് പോയേക്കാം. വണ്ടി ഓടിച്ചിട്ടോ? ഇത് ഇവിടുത്തെ ഒരു അപൂർവ സസ്യാട്ടത്. ഈ സസ്യത്തിൻ്റെ മേലുണ്ടാകുന്ന കായ, അതായത് ഇതാ ഈ കാണുന്ന സാധനം കൊട്ടത്തേങ്ങ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഞങ്ങൾ തിന്നാറുണ്ട് പൊട്ടിച്ചിട്ടോ. ഞങ്ങളുടെ കുന്നത്ത് മാത്രം കണ്ടുവരുന്ന സംഭവമാണിത്. വേറെ എവിടെ ഞാൻ പോയി കണ്ടില്ല. അത് തിന്നാൻ പറ്റുന്ന സംഭവമാണ്. നല്ല രസമുള്ള നല്ല ടേസ്റ്റാണ്. മുള്ളുമ്പഴമൊക്കെ അല്ലേ, മുള്ളുമ്പഴം കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ ഇതിന് മേലെ കുന്നിൻ്റെ മേലെ മുള്ളുമ്പഴമുണ്ട്, പിന്നെ തൊരടിപ്പഴമുണ്ട്, ചകിരിപ്പഴമുണ്ട്, അങ്ങനെ ഒരുപാട് പഴങ്ങൾ ഇതിന് മേലെ. കൂർക്കമത്തുണ്ട്, പിന്നെ അങ്ങനെ സംഭവങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഒന്നുകൂടി അങ്ങോട്ട് പോയേക്കാം. ഇവിടെ ഒരു കല്ലിട്ടുമാടൊക്കെ ഉണ്ട്. കല്ല് വെട്ടിയിട്ടേ വലിയ വലിയ കുഴികളാക്കി. കല്ല് വെട്ടിട്ട് കുറേ കുഴികളാക്കി ഇട്ടാണ്. ഇതിലൊക്കെ ചിലപ്പോൾ നാളെ പറഞ്ഞ പോലെ കാട്ടുപന്നികളും ഒക്കെ വന്ന് ചാടും. ഇപ്പോൾ അവരിനൊക്കെ രക്ഷിക്കാൻ നടക്കേണ്ടി വരും. ഇതിന് മേലെ കോളേജിക്ക് ആവശ്യമായിട്ട് ഒരു കുഴലടിച്ചിട്ടുണ്ട്. അതിൻ്റെ പൈപ്പാണ് കാണുന്നത്. അതൊക്കെ ഫുള്ള് വെള്ളമാണ്. എന്താ 100 സംതിങ് അടിക്ക് വെള്ളം കണ്ടിട്ട് നിർത്തിയാണ് ഒക്കെ. ഇത് നിലപ്പരത്തി അങ്ങനത്തെ പേര്. ഇതൊരു താളിയാണ്ടോ ഇതൊക്കെ. അത് തിന്നാൻ പറ്റൂലേ? തല തേക്കണാണ്. എന്താ പേരുണ്ട്, അതിന്റെ പേരൊന്നും അറിയില്ല, ഒക്കെ മറന്നുപോയി. മുന്നൊക്കെ പേരറിഞ്ഞിരുന്നു. അതുപോലെ ഇവിടെ വേറൊരു സംഭവമാണ് അഖിലായിരിക്കണല്ലോ, ചന്ദനം. ചന്ദനം ഇവിടെ ഞങ്ങളുടെ കുന്നിൻ്റെ മേലെ കണ്ടമാനുണ്ട്. ഇത് ഈ നിൽക്കണ ചന്ദനത്തിൻ്റെ ഇലയാണ്. അതിൻ്റെ ഇലയാണ് നിൽക്കുന്നത്. ചെറിയ സസ്യം, അതാണ് ചെറിയ മരമാണ് നിൽക്കുന്നത്. ഇത് ചെറിയ അതൊന്ന് വണ്ണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓണർമാർക്ക് കിട്ടാറൊന്നുമില്ല. വീരപ്പന്മാരെ പോലെ കുറേ ആളുകളുണ്ട് ഇവിടെ, അതൊക്കെ കൊണ്ടുപോവര്. പിന്നെ ഇതാ കോളേജിൻ്റെ ഏകദേശം ഒരു മൂല കണ്ടില്ലേ, അവിടെ അങ്ങനെ കാണാം. തൃത്താല കോളേജ്, ഗവൺമെൻറ് കോളേജ്. അതിന് പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത്. കണ്ടില്ലേ, എല്ലാവരും കണ്ടില്ലേ? ഇതാ വഴിയിൽ കാണുന്ന ടവറാട്ടോ. ഇത് കണ്ടോ, ഇതേപോലത്തെ ടവർ പുറത്തുണ്ട്. പിന്നെ ഇതാ ഇവിടെ കാണുന്ന ഒരു സംഭവമാണ് തൊരടിപ്പഴം. ഇതായിട്ടില്ലേ? ഇതാ, പക്ഷെ അത് ആയിട്ടില്ല, മൂത്തില്ല. മൂത്തായ ടേസ്റ്റ് ഉണ്ടാവും. തൊരടിപ്പഴമാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഭയങ്കര ടേസ്റ്റാണ്. അത് മൂത്ത് പഴുക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇഷ്ടംപോലെ സ്ഥലം കിടക്കുമ്പോഴാ ചോദിക്കാൻ നിൽക്കണ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ സമയത്തൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു ഒരു സ്ഥലമാണ് കേട്ടത്. ഏകദേശം ഇപ്പോൾ സമയം ഒരു 5:30-6 മണി സമയമാണ്. അപ്പോൾ സൂര്യ അസ്തമിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സമയത്ത് ഇരിക്കാനാണ് ഇതൊരു രസം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും ഇത് പറയണത് എന്താ വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയം നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാം. താഴത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള സ്റ്റെപ്പൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ലിജിക്ക് എന്താണെന്ന് പറയാനുള്ളത്? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതന്നെ പറയാനുള്ളൂ. എല്ലാവരും വരിക ഞങ്ങളെ കുന്ന് കാണാൻ. നല്ല ഭംഗിയാണ്. പിന്നെ നല്ല ഈ എന്താ പറയുക, അയ്യപ്പസ്വാമി അത്രയും ശക്തിയുള്ള ആളാണ്. വിളിപ്പുറത്താണ്. അപ്പോൾ എല്ലാവരും വന്ന് തൊഴുക. എന്താഗ്രഹം ഉണ്ടെങ്കിലും ഇവിടെ സാധിക്കും. അപ്പോൾ എല്ലാവരും വരിക. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഇതേ കാണുന്നു ബാക്കിൽ ഒരാൾ സ്ഥലം പിടിച്ചിങ്ങനെ അവിടെ സ്റ്റെപ്പിൽ ഇറങ്ങാനായിട്ട്. നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ നോക്കാം. സോപ്പിൻ്റെ പേര് സോപ്പ് വെച്ചിട്ട് നടന്നു വെച്ചിട്ടുണ്ട് ഞാൻ.
സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. എന്താ സ്റ്റെപ്പില് 145 പടികൾ നമുക്ക് ചാടി ഓടി ഇറങ്ങണം. ഞാൻ പറഞ്ഞത് എടുക്കണ്ടവര് ഇങ്ങോട്ട് വരണ്ടാന്ന്. ആ തൂങ്ങി പിടിക്കാനൊന്നും പറ്റില്ല.